ഹലോ ഗായ്സ്, കുറെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ചെയ്യാണ്. എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം, ഞാനിപ്പോൾ നാട്ടിലാണ്. എൻ്റെ വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് ഓൾമോസ്റ്റ് 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം അവസാനം ഞാൻ തിരിച്ച് ജർമ്മനിയിലേക്ക് പോകും. നമ്മളിന്ന് പോകുന്നത് കർണാടകയിലേക്കാണ്. കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ സൂര്യകാന്തി പാടം കാണാനും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം കാണാനും ഒക്കെയാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. കർണാടകയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ട്രാവൽ വിത്ത് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുൽത്താൻ ബത്തേരി വഴി മുത്തങ്ങ ഫോറസ്റ്റ് ഒക്കെ കടന്ന് നമ്മളിത് ഇപ്പൊ ഗുണ്ടൽപേട്ടിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണ കാഴ്ചകളൊക്കെ നമുക്ക് ലൈവായിട്ട് ഇവിടെ കർണാടകയിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നൊസ്റ്റാൾജിയ ഹിറ്റ് ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിൽ ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ കർണാടക. ഇപ്പൊ കർണാടകയിലെല്ലാം പൂക്കളൊക്കെ പൂത്തു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വഴിനീളെ പലതരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങളിത് ഇവിടുത്തെ ഒരു സൂര്യകാന്തി പാടത്തിൽ എത്തി നിൽക്കുകയാണ്. കണ്ണെത്താത്ത ദൂരത്തോളം സൂര്യകാന്തികൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ സീസണിന്റെ സമയമായതുകൊണ്ട് തന്നെ ഒത്തിരി സഞ്ചാരികൾ സൂര്യകാന്തി പാടം കാണാനായിട്ട് ഗുണ്ടൽപേട്ടിലേക്ക് വരുന്നുണ്ട്. സൂര്യകാന്തി പാടമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിതേ വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാനാണ്. കർണാടകയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒന്നാണ് കർണാടക ഫുഡ് എന്ന് പറയുന്നത്. അതെന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡുകളിൽ ഒന്നാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും നോർമൽ മീൽസ് ആണ് ഓർഡർ ചെയ്തത്. റൈസും അതുപോലെ തന്നെ ചപ്പാത്തിയും കറിയും ഒക്കെ ആയിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ഒരു മീലാണ് നമുക്ക് അവർ തന്നത്. നല്ല ടേസ്റ്റും ആയിരുന്നു. ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്. ഫുഡൊക്കെ കഴിച്ച് പേയ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഇനി പോകുന്നത് ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ എന്ന് പറയുന്ന കർണാടകയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ടെമ്പിളിലേക്കാണ്. അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കർണാടകയിലെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഗോപാൽപുര എന്ന് പറയുന്ന ഗ്രാമത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിത് ഇപ്പോൾ ഉള്ളത് ഹിമവത് ഗോപാൽ സ്വാമി ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഏരിയയിലാണ്. നമ്മളെ കാർ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നീണ്ട ക്യൂ ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ക്യൂവിന്റെ പുറകിലൊക്കെ നിന്നു. ഇവിടെ ആൾക്കാർ വരുന്നതനുസരിച്ച് ക്യൂ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. അല്ലാതെ കാറും ബൈക്കും ഒന്നും ഇതിനുള്ളിലേക്ക് കടത്തിവിടത്തില്ല. ആൾക്കാരുടെ ഒരു നീണ്ട ക്യൂ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുമായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷവും ഒത്തിരി ആൾക്കാർ ക്ഷേത്രത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നേയും ഒത്തിരി ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർ പോകുന്നതനുസരിച്ച് ഈ ട്രാൻസ്പോർട്ടേഷൻ ബസ് തിരിച്ചു വന്നതിന് ശേഷം അതിൽ പിന്നെ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണത്. 2 ബസ്സെങ്കിലും വൺ ടൈമിൽ തിരിച്ചു വരുന്നുണ്ടാവും. അതുപോലെ ഒരു ബസ് ഫില്ലായതിനു ശേഷമാണ് അവർ അടുത്ത ബസ്സിലേക്ക് ആൾക്കാർ കയറ്റുന്നത്. അങ്ങനെ ആൾക്കാർ പോയിട്ട് വന്നും പോയും ഇരുന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നല്ല തിരക്കുള്ള സമയമായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ
അത്യാവശ്യം ക്യൂ ഒക്കെ നിന്നിട്ട് തന്നെയാണ് കയറിയത്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് ഞങ്ങളുടെ ബസ് വന്നിരിക്കുകയാണ്. ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറാൻ പോവാണ്. ഞങ്ങൾക്ക് മുന്നേ ഒരു ബസ് ഓൾറെഡി ഫില്ലായി പോയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടുത്ത ബസ് വന്ന സമയത്ത് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സീറ്റ് ഫില്ലായതിനു ശേഷം അടുത്ത സ്റ്റാൻഡിങ്ങിനേക്ക് വേണ്ടിയിട്ട് അവർ ആൾക്കാരെ വിളിക്കും. അതായത് നിൽക്കാൻ താല്പര്യമുള്ളവർക്കും ഈ ബസ്സിലേക്ക് കയറാവുന്നതാണ്. അങ്ങനെ ബസ് ഫില്ലായതിനു ശേഷം മാത്രമേ ഇവർ ബസ് എടുക്കത്തുള്ളൂ. ഇവിടെ ഒരു 10-15 മിനിറ്റ് ട്രാവൽ ഉണ്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ബസ്സൊക്കെ ഫില്ലായതിനു ശേഷം ഞങ്ങളത് ഇവിടെ യാത്ര പുറപ്പെട്ടു. ഒരു ഹില്ലിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത്. നല്ല ഹൈറ്റിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. സോ ഈ ബസ്സിൽ ഇങ്ങനെ പോകുന്ന യാത്ര എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ഫൈനലി ഞങ്ങൾ ഇവിടെ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നേ വന്ന ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത്. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര കാറ്റും അതുപോലെ തന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂ നിന്ന് ഫുഡ് മേടിക്കാനായിട്ട് പോവാണ്. ഇവിടെ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് സാമ്പാർ സാദവും അതുപോലെ തന്നെ പായസവുമാണ്. ഇത് കഴിക്കാനായിട്ട് ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ക്യൂ നിന്ന് സാമ്പാർ സാദവും പായസവും ഒക്കെ മേടിക്കാനായിട്ട് പോവാണ്. ഇവിടെ വന്ന് ഒത്തിരി പേര് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചു നേരം കൂടി ക്ഷേത്രത്തിൽ കറങ്ങി തിരിഞ്ഞതിന് ശേഷം ഞങ്ങളിത് തിരിച്ചു പോകാനായിട്ട് പോവാണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു ഫോഗി കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചെറിയ രീതിയിൽ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റായിരുന്നു. ഈ കാറ്റത്ത് ചെറിയ കുട്ടികളൊക്കെ പറന്നു പോകാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഗാർഡ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകാൻ ഇറങ്ങിയ സമയത്ത് മഴ കുറച്ചുകൂടി ശക്തിയായിട്ട് പെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വെയിറ്റിംഗ് ഷെഡിൽ കുറച്ച് നേരം നിൽക്കേണ്ടതായിട്ട് വന്നു. ടെമ്പിളിന് ചുറ്റും ഫോഗ് കൊണ്ടൊക്കെ മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങാൻ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ബസ്സിന് താഴേക്ക് പോകാനും അതുപോലെ തന്നെ താഴേന്ന് ബസ്സിന് ഇങ്ങോട്ട് വരാനും നമുക്ക് പോസിബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ നേരം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകാനായിട്ട്. ഞങ്ങൾ ഈ കാറ്റത്തും മഴയത്തും അങ്ങനെ തണുത്ത് വിറച്ച് കുറച്ച് നേരം ഈ ക്യൂവിൽ നിന്നു. അതിനുശേഷമാണ് ഞങ്ങളെ ബസ് വന്നത്. അപ്പോഴത്തേന് ഏകദേശം ഒരു നീണ്ട ക്യൂ ആയിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിന് അടുത്തെത്തുന്ന രീതിയിലുള്ള ക്യൂ ഒക്കെ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് ഞങ്ങളെ ബസ് ദേ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങളത് തിരിച്ചു വന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടെമ്പിൾ വിസിറ്റ് ആണ് ഇതെന്നൊക്കെ പറയാം. ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേന് ചെറിയ രീതിയിൽ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഗോലി സോഡയും അതുപോലെ തന്നെ മസാലയിട്ട മാങ്ങയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്സ് ആക്കിയിട്ട് പൊരിയും മസാലയും അല്ല ഇതേ മാതിരി അങ്ങനെ ഞങ്ങൾ ഇതേ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കയറിയ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഞങ്ങൾ കഴിക്കാനായിട്ട് മുളക് ബജിയും അതുപോലെ തന്നെ ഉള്ളിവടയും അതുപോലെ മസാല ദോശയും കോഫിയും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിളും സൂര്യകാന്തി പാടമൊക്കെ കണ്ട് കർണാടകയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയൊക്കെ ഞങ്ങളിത് ഇന്ന് അവസാനിപ്പിച്ച് ഞങ്ങളിത് തിരികെ പോകാനായിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത് ലോങ് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.